Once again, welcome my dear students to the new class of Human Resource Management. And in today's class, we are going to discuss about interview. And you know what's an interview, and it's familiar to you. It's a popular word. Then what's an interview? It's a process. Interview is a process, you know that. And it's a face-to-face conversation, or it's a face-to-face process which is happened in between two persons, two or more persons. ഒരാളെ കൊണ്ട് മാത്രം നമുക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് ദർ ഷുഡ് ബി ടു പേഴ്സൺ. And you know that there are mainly two important parties in the process of interview, and they are, the first person is known as interviewer, and next person is known as interviewee. Interviewer and interviewee. And you know that interviewer is the person who is asking questions and interacting with the person, interacting with the interviewee to collect the various informations from that person, from the interviewee. Okay, so but at the same time, interviewee is in organization setup, interviewee is the person who is the prospective candidate and who have applied for various job vacancies in the organization. So these are the conversation, the face-to-face conversation between these two persons are known as interview. But at the same time, it's a formal process. Interview എന്ന് പറയുന്നത് ഒരു ഫോർമൽ പ്രോസസ്സാണ്, ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് in a planned method, in a systematic method, and we are analyzing the situation, and we are analyzing the job for which we are seeking, or we are searching for the employees or for the candidates. And at the same time, we should plan about the questions we are going to ask in that particular interview. At the same time, we should plan about the place at where we are going to conduct the interview, and the time of interview, and which type of persons, or the selection of experts should be done beforehand, that is selection of interviewers should be done, and all these are done in a systematic way. അല്ലേ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിതൊക്കെ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊരു ഫോർമലായിട്ടുള്ള രീതിയാണ്, അല്ലെങ്കിൽ ഫോർമലായിട്ടുള്ള പ്രോസസ്സാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഓക്കെ, ഇൻഫോർമലായിട്ടുള്ള ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ചിലപ്പോഴെങ്കിലും ഓർഗനൈസേഷനിൽ. അത് വേറൊന്നിനും വേണ്ടിയിട്ടുള്ള ഇൻഫോർമലായിട്ടുള്ള മെത്തേഡിലൂടെ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സാധാരണ രീതിയിൽ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് പലപ്പോഴും ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് കാൻഡിഡേറ്റിനെ കുറിച്ച് ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്നത് പ്രകാരം ഉള്ള നോളജ് ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ അതേ സെയിം പെക്യുലിയാരിറ്റീസ് ആയിരിക്കണം എന്നില്ല എംപ്ലോയീസിന് ഉണ്ടായിരിക്കുക. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള, വ്യത്യസ്തമായിട്ടുള്ള നോളജുള്ള ആൾക്കാരായിരിക്കും അവർ. അതെന്തൊക്കെയാണ് അവരുടെ ഇൻട്രസ്റ്റ് ഫീൽഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കണ്ടിരുന്നു അല്ലേ. ആ പെർട്ടിക്കുലർ ഫീൽഡിൽ അവരുടെ ടാലൻ്റ് എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിൽ അവരെത്രത്തോളം ടാലൻറ്റഡ് ആണ്, ക്ലറിക്കൽ ജോലി ചെയ്യാൻ അവരെത്രത്തോളം ടാലൻറ്റഡ് ആണ്, ഇതൊക്കെ നമ്മൾ ടെസ്റ്റുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടി ഒരു ആഴത്തിലുള്ള നോളജ് അവരെക്കുറിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് നിന്ന് അവരോട് സംസാരിച്ചെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. ഫോർ ദാറ്റ് പർപ്പസ് വി ആർ കണ്ടക്റ്റിംഗ് ഇൻ്റർവ്യൂ. So it's the main advantage of this interview is it's a face to face approach. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. വേറൊരു സംഗതിക്കും ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ല.
അല്ലേ? വേറെ എത്ര ടെസ്റ്റ് നമ്മൾ നടത്തിയാലും എത്ര എക്സാമിനേഷൻസ് നമ്മൾ നടത്തിയാലും കാര്യമില്ല. നമ്മൾ ഫേസ് ടു ഫേസ് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അറിവ്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ആഴത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകതയാണത്. അത് തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് മാക്സിമം നോളജ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് ഹിയർ ദർ ഇസ് എൻ ഡെഫിനിഷൻ ഫോർ ഇൻ്റർവ്യൂ വിച്ച് ഇസ് ഗിവൺ ബൈ സ്കോട്ട് എന്ന് പറയുന്ന എക്സ്പേർട്ട് ഇൻ്റർവ്യൂവിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ആൻഡ് അക്കോർഡിംഗ് ടു സ്കോട്ട്, an interview is a purposeful exchange of ideas, answering of question and communication between two or more persons. It's a simple definition. It's a purposeful exchange of ideas. Scott says that interview is a purposeful exchange of idea. Purposeful, with a particular purpose in mind. We are exchanging the idea. Here I have said earlier that there are two parties in interviewer and interviewee, and interviewer is asking questions with a definite idea, with a particular purpose, that he has to get the necessary information relating to the employee or the candidate. Likewise, the candidate is answering those questions with a particular idea or with a particular object of getting that job in the organization, to give a clear picture of the interviewee himself. അല്ലേ? അപ്പോൾ രണ്ട് പേരും, ഇൻ്റർവ്യൂവർ ആയാലും ഇൻ്റർവ്യൂവീ ആയാലും രണ്ട് പേരും കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങളോടുകൂടിയാണ് ആ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നത് അറ്റൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ പർപ്പസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് and answering of questions. Usually informal talks are very less in interview process. Some sort of questions will be asked by the interviewer, and interviewee should have the responsibility to answer those questions. How he is answering those questions, and how excellently or how efficiently he is answering that question, that will decide the result of that interview. You know that. And communication between two or more persons, it's a purposeful task. അത് പർപ്പസ്ലി നമ്മൾ ചെയ്യുന്നൊരു ടാസ്ക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ച് സ്ഥലവും സമയവും ആളെയും എക്സ്പേർട്സിനെയും പാനലിനെയും ഇൻ്റർവ്യൂവറെയും ഇൻ്റർവ്യൂവിനെയും ഒക്കെ തീരുമാനിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് interview എന്ന് പറയുന്നത്. ആൻഡ് we can see the important objectives of a interview. What are the important objectives? The first and the most important objective is to get a clear information about the candidate, about the interviewee. That's the main thing of the interviewer. At the same time, we should confirm, the interviewer or the organization should confirm that all that information given in the application form is correct. അല്ല, കറക്റ്റാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും മിസ്ലീഡിങ് ഇൻഫർമേഷൻസ് ആപ്ലിക്കേഷൻ ഫോമിൽ തന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. അറ്റ് ദ സെയിം ടൈം, വെൻ വി ആർ അനലൈസിങ് ആൻഡ് വെൻ വി ആർ engaged in a conversation in a face-to-face setup, automatically we can know that whether that candidate is suitable to that particular job or position according to the particular job specification, job description, job analysis, etc. Whether that candidate is suitable to that job position എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ട് അത് മനസ്സിലാക്കാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം, കാൻഡിഡേറ്റ്സിൻ്റെ ഇമേജ് നേരിട്ട് കാണുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, ഇമേജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. സോ ഇതൊക്കെയും എന്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ്, ഇൻ്റർവ്യൂവിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ ആണ്. ഓക്കെ, സോ the first important objective is to collect additional information from the candidates.
Second one, to facilitate giving information to the candidates about the profile of the company, job position, description, salary, etc. In an interview, there is an exchange of ideas. An interviewer can give their own ideas to the interviewee also. അവിടെ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നു, ഇൻ്റർവ്യൂവി ആൻസർ പറയുന്നു. അത് മാത്രമല്ല നടക്കുന്നത്, ഇൻ്റർവ്യൂവറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൊടുക്കാനുള്ള ഐഡിയാസ് കൊടുക്കുകയും ചെയ്യാം. എസ്പെഷ്യലി റിഗാർഡിംഗ് ദ കമ്പനീനെ കുറിച്ച്, കമ്പനിയുടെ ഹിസ്റ്ററിനെ കുറിച്ച്, കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ച് ഒരു ലഘുവായിട്ടുള്ളൊരു ചരിത്രം തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ജോബിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ജോബ് പൊസിഷൻ, അതിൻ്റെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഒക്കെയും ആ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ് സാലറി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ കാൻഡിഡേറ്റ്സിൻ്റെ റിജക്ഷൻ ആൻഡ് ആക്സെപ്റ്റൻസ് രണ്ടും നടക്കുന്നത് പലപ്പോഴും എന്തിൻ്റെ ബേസിസിലാണ്, സാലറിയുടെ ബേസിസിലാണ്. സോ സാലറി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ട് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്പോയിൻ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറയുകയും പിന്നീട് അത് കൊടുക്കാതിരിക്കുകയും ഉണ്ടാവാൻ പാടില്ല, അതുണ്ടാവരുത്. സോ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂവിലൂടെ അങ്ങനെയുള്ള ഇൻഫർമേഷൻസും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പാസ് ചെയ്യാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹെൽപ്പ് ദ കമ്പനി ടു ബിൽഡ് ഇമേജ് എമംഗ് ദി കാൻഡിഡേറ്റ്സിൻ്റെ ഇമേജ് ഇങ്ങോട്ടും അറ്റ് ദ സെയിം ടൈം കമ്പനിയുടെ ഇമേജ് അങ്ങോട്ടും കൈമാറാനുള്ളൊരു അവസരമാണ്. ആൻഡ് ടു ക്രിയേറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. എംപ്ലോയറും പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സും തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് പലപ്പോഴും ആവശ്യമാണ്, ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സ് ആവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ്. എന്തൊക്കെ തരത്തിലുള്ള ഇൻ്റർവ്യൂകളുണ്ട്. ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് പല ഘട്ടങ്ങളിൽ പല ജോബ് പൊസിഷനിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച്, ജോബ് പൊസിഷനുകൾക്കനുസരിച്ച് ഒക്കെ എന്തിൽ വ്യത്യാസമുണ്ട്, ഇൻ്റർവ്യൂവിൽ വ്യത്യാസമുണ്ട്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് മെയിൻലി there are 9 important types of interview. 9 പ്രധാനപ്പെട്ട തരത്തിലുള്ള ഇൻ്റർവ്യൂസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. They are, first one is types of interview. Types of interview. The first one is formal. Second one is informal. Third one is in-depth interview. Third one is in-depth interview. Fourth one is stress interview. Stress interview. Fifth one is group interview. Group interview. Sixth one is panel interview. Panel interview. Seventh one is telephone interview. Seventh one, telephone interview. Eighth one is walk-in interview. And ninth one is interview through video conferencing. So these are the 9 important methods of interviews. And first of all, we can think about formal interview. Formal interview is a type of interview which satisfies all the formal standards of an interview. And it includes it consists of interviewer and interviewee, either organizations representatives or experts from outside will be the interviewer, and the candidate will be the interviewee, and the time, place and everything will be fixed earlier, and it will be informed to the candidates at least 1 month or 15 days before the date of interview. And
after that the interview will be conducted in a formal manner by avoiding all the informal questions. The interviewer will ask questions only relating to the subject or only relating to the job position he or she is going to perform. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോർമൽ ഇൻ്റർവ്യൂ. ഫോർമൽ ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ട്സ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒപ്പീനിയൻസ് അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻ്റർവ്യൂവർ എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഫോർമൽ ഇൻ്റർവ്യൂവിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഫോർമലായിട്ടുള്ള വെയേഴ്സിലായിരിക്കും ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂവിയും എന്ത് ചെയ്യേണ്ടത്? ഇരിക്കേണ്ടത്. അത് അതിൻ്റെ ഒരു സിസ്റ്റമാണ് അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ? ഇപ്പോൾ ജോബ് ഇൻ്റർവ്യൂസിന് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട്, വളരെ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോകണം. അതതിൻ്റെ ഒരു ഫോർമൽ സിസ്റ്റത്തിൻ്റെ ഒരു രീതിയാണത്. നമ്മൾ കാഷ്വൽ വെയേഴ്സൊക്കെ ധരിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് പാടില്ല. നമ്മുടെ ഒരു അപ്പിയറൻസ്, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ ലാംഗ്വേജ്, ഇതൊക്കെ ഫോർമൽ ഇൻ്റർവ്യൂവിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ, ഏത് രീതിയിലാണ് നമ്മൾ ആൻസറിങ് നടത്തുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. സോ ദിസ് ഫോർമൽ ഇൻ്റർവ്യൂ ആണ്. ഫോർമൽ രീതിയിൽ തന്നെയാണ് പല ഇൻ്റർവ്യൂസും എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഫോർമൽ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കി പല ഇൻ്റർവ്യൂ സിസ്റ്റംസും നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഓക്കെ. ഇനി ഫോർമലിൻ്റെ തന്നെ വേറൊരു ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ വേറൊരു എക്സ്ട്രീമാണ് ഇൻഫോർമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഫോർമൽ സിസ്റ്റം എന്താണ്? ഇൻഫോർമൽ സിസ്റ്റം എന്തായിരിക്കും? ഇൻഫോർമൽ സിസ്റ്റം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we don't want to get detailed information. We don't want to get an in-depth knowledge about the candidate. But at the same time, interview should be conducted. It can also be conducted in an informal method. Informal ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫോർമൽ മെത്തേഡിൻ്റെ പോലെ അത്രയും കണ്ടീഷൻസ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നില്ല? അപ്ലൈ ചെയ്യപ്പെടുന്നില്ല. ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂവിയും ഇൻഫോർമൽ ആയിട്ടുള്ളൊരു സെറ്റപ്പിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? സംസാരിക്കുന്നത് മുഴുവനും എന്തായിരിക്കും? ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ കാൻഡിഡേറ്റിൻ്റെ വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ വേറൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇൻഫോർമൽ ഇൻ്റർവ്യൂസ് ആർ ഓൾസോ കണ്ടക്റ്റഡ് ടു ഗെറ്റ് അഡീഷണൽ നോളജ് റിഗാർഡിംഗ് ദ ഇൻ്റർവ്യൂവി. കാൻഡിഡേറ്റിനെ കുറിച്ചിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ ഇൻഫോർമലായിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ആപ്ലിക്കേഷൻ ഫോംസിൽ എന്തെങ്കിലും ഫ്രോഡ്, എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഫാക്ട്സുകൾ കാൻഡിഡേറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻഫോർമലായിട്ടുള്ള ടോക്കിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ ഇൻഫോർമൽ ഇൻ്റർവ്യൂ പലപ്പോഴും ഗുണം ചെയ്യാറുണ്ട്. ഫോർമലിനേക്കാളും നല്ല രീതിയിൽ അതെന്ത് ചെയ്യാറുണ്ട്? ഗുണം ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഇൻഫോർമൽ ഇൻ്റർവ്യൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് depth interview or in-depth interview. And what do you mean by in-depth interview or depth interview? അതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. in-depth interviews are always conducted to get an additional information or a detailed information regarding a particular and specific area. ഒരു സ്പെസിഫിക് ഏരിയയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് നിന്നും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡെപ്ത് ഇൻ്റർവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് on the subject to measure the candidate's depth of knowledge. ആ നോളജിൻ്റെ ഡെപ്ത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിനോട് റിലേറ്റഡ് ആയിട്ട് മാത്രം
അല്ലേ? ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ അക്കൗണ്ടിങ്ങിനോടനുബന്ധിച്ച് ഇപ്പോഴത്തെ പുതിയ വേർഷൻസിന്, പുതിയ ഇംപ്രൂവ്മെൻറ്റ്സ്, പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഇതൊക്കെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്. അതറിയാമോ, അയാൾക്കത് ഫെമിലിയർ ആണോ, അതിൽ പ്രാക്ടീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ്. അതിലൂടെ നമുക്ക് അയാളുടെ നോളജ് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Okay, so that's about depth interview. And the next one is stress interview. Stress interview. And what do you mean by stress? You know the term stress. Stress means it's an unwanted situation. An unwanted situation, അല്ലെങ്കിൽ a situation that may cause unnecessary stress, either physical or mental stress to a person. That is stress. അല്ലേ? ചില സിറ്റുവേഷൻസ് ഇപ്പോൾ സ്ട്രെസ് ഇൻ്റർവ്യൂവിൽ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റിന് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആര് ചോദിക്കുക, ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇൻ്റർവ്യൂവിയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി സ്ട്രെസ് ക്രിയേറ്റഡ് ആയി കഴിഞ്ഞു. അറ്റ് ദി സെയിം ടൈം ഈ സ്ട്രെസ്സിനെ ആ വ്യക്തി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. നമുക്കറിയാം, ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഏറ്റവും വേണ്ടൊരു ക്വാളിറ്റിയാണ് ഇമോഷണൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇമോഷണൽ ബാലൻസ് അല്ലേ? ആ ഇമോഷണൽ ബാലൻസ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓവറായിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. അതല്ല, സ്ട്രെസ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ എത്രത്തോളം അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെസ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആ സാഹചര്യങ്ങൾ അയാൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നു, എങ്ങനെയാണ് സ്ട്രെസ്സിനെ അയാൾ ഓവർകം ചെയ്യുന്നത്. ഓർഗനൈസേഷനിൽ അയാൾ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ട്രെസ്സ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനോട് അയാൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദാറ്റ്സ് സ്ട്രെസ് ഇൻ്റർവ്യൂ. അപ്പോൾ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ഡിഫൻസ്, മിലിറ്ററി, ഈ ഇതിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അവർ ആലോചിക്കാനേ തന്നെ പാടില്ല, അല്ലേ? സ്ട്രെസ് അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവർക്ക് വേണം. അപ്പോൾ ആ ഒരു കഴിവൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് സ്ട്രെസ് ഇൻ്റർവ്യൂവിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന്. ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കണ്ടക്റ്റഡ് ഇൻ എ ഗ്രൂപ്പ്. This interview is conducted in a group. Means usually ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് പകരം കൂടുതൽ ആൾക്കാരെ ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ അത്രയും എക്സ്പെർട്ടൈസ് വേണ്ടതല്ലാത്ത യൂഷ്വൽ സ്കിൽ ആവശ്യമുള്ള ജോബ് വേക്കൻസീസ് ആണെങ്കിൽ at the same time or at a time a lot of people means അതിനൊരു adequate number ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതല്ല, കുറച്ച് ആൾക്കാരെ, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ, ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഒരുമിച്ച് വിളിച്ച് ചേർത്ത് അവരോട് നമ്മൾ ഇൻഫോർമലായിട്ടും ഫോർമലായിട്ടും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷനിലൂടെ, അവിടെ ശരിക്കും ക്വസ്റ്റ്യനിങ് ആൻഡ് ആൻസറിങ് അല്ല നടക്കുക, കൂടുതലും ഇൻറ്ററാക്ഷൻസാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ആ ഇൻറ്ററാക്ഷൻസിലൂടെ അവരുടെ പെർസെപ്ഷൻ എന്താണ്, അവരുടെ ഡിമാൻഡുകൾ എന്താണ്, സാധാരണ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് എൻ്റെ അടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിലോ ഓൾറെഡി അവർക്ക് വല്ല ട്രാൻസ്ഫേഴ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പ് ഇൻ്റർവ്യൂസൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതൊക്കെ പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറ്റിയത് എന്താണ്, ഗ്രൂപ്പ് ഇൻ്റർവ്യൂസാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണ ഗ്രൂപ്പ് ഡിസ്കഷൻസ് പല ഇതുകളിലേക്ക്, ഇപ്പോൾ നമ്മൾ BBA ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ MBAക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഒരു പ്രാഥമിക സെക്ഷൻ എന്നുള്ള രീതിയിൽ
നിങ്ങൾക്ക് തരുന്ന ഒരു ടെസ്റ്റാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾക്കൊരു ടോപ്പിക്ക് തരും, നിങ്ങളെ ഡിവൈഡ് ചെയ്യും, വിവിധ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിനോടാണ് റിയാക്ട് ചെയ്യാനായിട്ട് പറയുക. പക്ഷേ നമുക്കറിയാം ഗ്രൂപ്പിൽ ഉള്ള വ്യക്തികൾ ഓരോരുത്തർക്കും അവിടെ ഗ്രൂപ്പിനെ അനലൈസ് ചെയ്യുന്നതിന് പകരം ഗ്രൂപ്പിലുള്ള വ്യക്തികളെ തന്നെയാണ് അവിടെ എന്ത് ചെയ്യണത്, അനലൈസ് ചെയ്യണത്. അവരെത്രത്തോളം ലീഡർഷിപ്പ് സ്കിൽസ് കാണിക്കുന്നുണ്ട് അല്ലേ, ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നുണ്ട്, ഹെഡ് ചെയ്ത് പറയാനും ഓരോ പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഷെയർ ചെയ്യാനൊക്കെ കഴിവുള്ളവർ ആരാണ്, ഇതൊക്കെയാണ് അവിടെ മെയിനായിട്ട് എന്ത് ചെയ്യണത്, നോക്കണത്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു നല്ലൊരു മെത്തേഡാണ്. ഇതുപോലെ അവരുടെ ഇനീഷ്യേറ്റീവ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ചലഞ്ചിങ് മെൻറ്റാലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഗ്രൂപ്പ് ഇൻ്റർവ്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് അറ്റ് ദി സെയിം ടൈം നെക്സ്റ്റ് വൺ ഈസ് പാനൽ ഇൻ്റർവ്യൂ. ആൻഡ് വാട്ട് ഈസ് പാനൽ ഇൻ്റർവ്യൂ? പാനൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂ പാനൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇൻ്റർവ്യൂ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് വൺ ഇൻ്റർവ്യൂവർ we are fixing a panel of interviewers. Means they may be experts in different field. One expert from mathematics, one from accounting, one from marketing. അങ്ങനെ എല്ലാ ഫീൽഡിനെയും ടച്ച് ചെയ്യുന്ന എല്ലാറ്റിനെയും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ ഇൻ്റർവ്യൂവറായിട്ട് വെക്കുന്നതിന് പകരം ഒരു പാനലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂവേഴ്സായിട്ട് നമ്മൾ വെക്കുന്നത്. സോ ആ ഒരു ബോർഡ് ഓഫ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പാനൽ ഓഫ് ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ആൾക്കാരെ കിട്ടുക, ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. സോ ദ കളക്റ്റീവ് വിസ്ഡം ഓഫ് ദ ഗ്രൂപ്പ് എനേബിൾസ് സെലക്ഷൻ ഓഫ് ദ റൈറ്റ്. കളക്റ്റീവ് വിസ്ഡം, ആരുടെ കളക്റ്റീവ് വിസ്ഡം? ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അല്ലെങ്കിൽ പാനൽ ഓഫ് ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു കളക്റ്റീവായിട്ടുള്ള വിസ്ഡം പലപ്പോഴും, വിസ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അറിവ് പലപ്പോഴും എന്തിന് സഹായിക്കുന്നു, നമുക്ക് ഏറ്റവും നല്ല വ്യക്തിയെ കിട്ടുന്നതിന്, ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നതിന് നമ്മളെ എന്ത് ചെയ്യുകയാണ്, സഹായിക്കുകയാണ്. സോ ദാറ്റ്സ് അബൌട്ട് പാനൽ ഇൻ്റർവ്യൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് telephone interview. Telephonic interview, as the name indicates, this interview is conducted through telephone, and the candidates knowledge relating to particular subjects, about the job, their skills, experience, all these matters can be discussed and can be questioned and answered through telephone. And but one of the important limitation of this system, and nowadays you know that there are so many systems. Voice call methods are available, video call methods are available. So if we are selecting a video call option, you know that it's also a face to face conversation അല്ലേ. ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ തന്നെയാണത്, സംശയമൊന്നുമില്ല. അതേസമയം അവിടെ ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പലപ്പോഴും അവിടെ ഇൻ്ററപ്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ തടയിടുന്ന രീതിയിൽ, അതിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിലുള്ള ഇൻ്ററപ്ഷൻസ് ചിലപ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് പലപ്പോഴും നമുക്ക് എന്തുണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. സോ ദാറ്റ്സ് അബൌട്ട് ടെലിഫോണിക് ഇൻ്റർവ്യൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് walk-in interview. സാധാരണ നമ്മൾ മിലിറ്ററിയിലേക്കൊക്കെ സെലക്ഷന് വേണ്ടിയിട്ട് walk-in interview നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ഒരു ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഒറ്റയടിക്ക് നമ്മൾ അവരെ വിളിച്ചു ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വലിയൊരു ഗ്രൗണ്ടിലോ ഒരു ഓപ്പൺ സ്പേസിലോ ഒക്കെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അവരുമായിട്ട് ഇൻ്റർവ്യൂ നമ്മൾ ഇത് ചെയ്യാണ്. ഒരു വലിയൊരു പരസ്യം ന്യൂസ് പേപ്പേഴ്സിലോ അല്ലെങ്കിൽ അതുപോലുള്ള മാധ്യമങ്ങളിലൂടെയോ നമ്മൾ ഇൻഫർമേഷൻ ആൾക്കാരെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അറിയിക്കുകയാണ്. ആൻഡ് അറ്റ് ദി സെയിം ടൈം അവരുടെ വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്ന സ്ഥലം ഏതാണ്, സമയം ഏതാണെന്നൊക്കെ അവരോട് ആ അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും.
അതിനുശേഷം ആ കൃത്യം ഡേറ്റിൽ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് അവരോട് നമ്മൾ സാധാരണ ഇൻഫോം ചെയ്യാറുണ്ട്. അവരുടെ കയ്യിൽ അവരുടെ ബയോഡാറ്റ ഉണ്ടായിരിക്കണം. ആ ബയോഡാറ്റ അടക്കം നമ്മൾ കൊണ്ടുപോകണം. അതിനനുസരിച്ച് ഒരു വലിയൊരു ഫോർമലായിട്ടുള്ള ഇൻ്റർവ്യൂ നമുക്ക് നടത്താനായിട്ട് സാധ്യതയില്ല എന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ആൻഡ് ആ സ്പോട്ടിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, വയ്ക്കുക, അപ്പം തന്നെ അപ്പോയിൻമെൻറ്റ് നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അതാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വീഡിയോ conferencing interview. Video conferencing, and you know what is video conferencing? Video conferencing എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാർ അവേ പ്ലേസസ്, ഡിഫറെൻറ്റ് പ്ലേസസ്, ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂവിയും ഡിഫറെൻറ്റ് പ്ലേസസിൽ ഇരുന്നുകൊണ്ട് ദർ മേ ബി സം or panel of experts or panel of interviewers, but at the same time they will be sitting in different places. ചിലപ്പോൾ അവരവരുടെ തന്നെ വീടുകളിൽ ഇരുന്നിട്ടായിരിക്കും എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. ഫേസ് ടു ഫേസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് റിക്വയർസ് സർട്ടൺ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അല്ലേ. ചില ഇൻഫ്രാസ്ട്രക്ചറൽ, ചില ബേസിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഇല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫെസിലിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ആവശ്യത്തിന് ഇൻ്റർനെറ്റ്, ബ്രൗസേഴ്സ് ഇതൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ, ക്യാമറ, വീഡിയോ കോൺഫറൻസിങ്ങിന് ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ ഇതൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം പൈസ വേണ്ട അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റീസ് വേണ്ട ഒരു സെറ്റപ്പാണ് വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ ദിസ് ഓൺലൈൻ കോൺഫറൻസിങ് എന്ന് പറയുന്നത്. സോ ഇതും ഇൻ്റർവ്യൂവിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് എസ്പെഷ്യലി ഈ ഒരു മെത്തേഡ് നമുക്ക് വളരെയധികം ആക്സെപ്റ്റബിളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം. സോ ഇത്രയും 9 തരത്തിലുള്ള ഇൻ്റർവ്യൂസാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്, കണ്ടത്. നമ്മൾ ഏതൊക്കെയാണ് കണ്ടത്? ഫോർമൽ കണ്ടു, ഇൻഫോർമൽ കണ്ടു, ഡെപ്ത് ഇൻ്റർവ്യൂ കണ്ടു, സ്ട്രെസ് ഇൻ്റർവ്യൂ കണ്ടു, ഗ്രൂപ്പ് ഇൻ്റർവ്യൂ, പാനൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, walk-in interview, and online or video conferencing interview. I think you have understood the different types of interview. And next we can go to another topic, that is interview process. The process of interview. What are the various steps involved in the process of interview? Interview process ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ദ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. രണ്ടാമത്തത് സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻ്റർവ്യൂ ഓർ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻ്റർവ്യൂ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഓപ്പണിംഗ് സെഷൻ. ഫോർത്ത് വൺ ഈസ് മെയിൻ സെഷൻ. ഫിഫ്ത്ത് വൺ ഈസ് ക്ലോസിംഗ് ഇൻ്റർവ്യൂ. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് ഇവാലുവേഷൻ. Okay, so these are the 6 important steps involved in the process of a interview. അതൊക്കെ നമ്മൾ പറഞ്ഞ ഒന്നാമതായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ഫോർ ദി ഇൻ്റർവ്യൂ. എന്തൊക്കെയാണ് അതിൻ്റെ നമ്മൾ നടത്തേണ്ട പ്രിപ്പറേഷൻ ഫോർ ദി ഇൻ്റർവ്യൂ ആണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് നമ്മൾ നടത്തേണ്ടത്, അതാണ് നമ്മളുടെ ചോദ്യം. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ്? അതായത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റർവ്യൂ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ നടത്തണം, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ നടത്തേണ്ടത്, ഇൻ്റർവ്യൂവേഴ്സ് ആരൊക്കെ ആയിരിക്കണം, ഇൻ്റർവ്യൂവീസ് ആരൊക്കെ ആയിരിക്കണം അല്ലേ, അതിന് ഏത് ടൈമാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് അല്ലേ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, തീരുമാനിക്കണം. ദ ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ, ഇൻഫർമേഷൻ ടു ബി കളക്റ്റഡ്, all these matters should be discussed and all these matters should be decided, and the interview board must be provided with the necessary data അല്ലേ. നമ്മൾ ആരാണോ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് ഇൻ്റർവ്യൂവർ ആരാണോ, ഇൻ്റർവ്യൂവേഴ്സ് ആരാണോ, അവർക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ കൊടുത്തിരിക്കണം. ഇത്ര പേരെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്, ഇന്ന ആവശ്യത്തിനാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സകല ഇൻഫർമേഷൻസും അവർക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻ്റർവ്യൂ ഓർ സെറ്റിംഗ് ആൻ ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂവിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? ആണ് നേരത്തെ പറഞ്ഞത്. പ്ലേസ്, ടൈം, ഡേറ്റ്, അറ്റ് ദി സെയിം ടൈം നമ്മൾ
ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നോയ്സി ആയിട്ടുള്ള വളരെ ശബ്ദമുഖരിതമായിട്ടുള്ളൊരു സ്ഥലം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സെലക്ട് ചെയ്യാനായിട്ട് പാടില്ല. അതൊക്കെ നമുക്കറിയാം അല്ലേ. വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ബിൽഡിങ്, ചെയ്യുന്ന റൂം, ഇതൊക്കെ വളരെ നൈസ്ലി ഫർണിഷ്ഡ് ആയിട്ടുള്ള അത്യാവശ്യത്തിന് സൗകര്യങ്ങളുള്ള സ്ഥലത്തായിരിക്കണം നമ്മളിത് എന്ത് ചെയ്യേണ്ടത്, ചെയ്തിരിക്കേണ്ടത്. ഓക്കെ. ആൻഡ് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എസ്പെഷ്യലി ഹോളിഡേയ്സിനൊക്കെ ഒമിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു വർക്കിംഗ് ഡേയിൽ നമ്മൾ എന്ത് ഫിക്സ് ചെയ്യണം, ഇൻ്റർവ്യൂ നമ്മൾ ഫിക്സ് ചെയ്യണം. അറ്റ് ദി സെയിം ടൈം ഡേറ്റ് മറ്റൊരാൾക്കും, അതായത് വരുന്ന ഇൻ്റർവ്യൂവിന് വരുന്ന ആൾക്കാർക്കത് ബുദ്ധിമുട്ടുള്ളൊരു ഡേറ്റ് ആയിട്ട് മാറാൻ സാധ്യത ഉണ്ടാവരുത് അല്ലേ. അറ്റ് ദി സെയിം ടൈം അതിൻ്റെ ടൈം നമ്മൾ ഫിക്സ് ചെയ്യണം. ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ഓൾസോ. അതാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇൻ്റർവ്യൂവീസിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് ദ സറൗണ്ടിങ് മസ്റ്റ് ബി കാം ആൻഡ് നോയ്സ് ഫ്രീ and conducive of or for peaceful interaction between the interviewer and the interview. സ്ഥലമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ തിരഞ്ഞെടുക്കുക. അത് മോശം സ്ഥലമാവാൻ പാടില്ല. മീൻസ് അല്ലാണ്ട് ശബ്ദമുള്ള ടൗൺ ഏരിയാസൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ശബ്ദങ്ങളുടെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. നമ്മുടെ ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ കണ്ടീഷൻസ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഇൻ്റർവ്യൂവിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇൻ്റർവ്യൂ എന്തിനു വേണ്ടി എങ്ങനെയെന്നുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുമായിരുന്നു. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സെഷനാണ്. ഓപ്പണിംഗ് അല്ലേ. ആ ഇൻ്റർവ്യൂ ആ കൃത്യ ദിവസം എത്തുമ്പോൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യപ്പെടും. പക്ഷേ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഓപ്പണിംഗ് സെഷൻ, തുടക്കം, ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ ഒരു സമയം, ആദ്യത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ്, ആ 5 മിനിറ്റോ 10 മിനിറ്റോ, അതാണ് ഓപ്പണിംഗ് സെഷൻ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സെഷനിൽ നമ്മൾ നേരെ നമ്മുടെ വിഷയത്തിലോട്ട് കടക്കുകയല്ല ചെയ്യുക അല്ലേ. എല്ലാവരും അത് അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇൻ്റർവ്യൂവർ ചോദിക്കുക സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ? അല്ല. അതിന് പകരം നമ്മുടെ ഇൻഫോർമലായിട്ടുള്ള പേരെന്താണ്, നാടെവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട്, ഈ വക ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ. നമ്മൾ മിക്കവാറും ഇൻ്റർവ്യൂവീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയോട് കൂടിയിട്ടായിരിക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറ്റുക, അവരെ കൂളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക, ഈ ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെയാണ് ഇൻഫോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവരോട് എന്ത് ചെയ്യണത്, ചോദിക്കുന്നത്. ഇതാണ് ഓപ്പണിംഗ് സെഷനിൽ ഉണ്ടാവുന്നത്. അതേസമയം പിന്നീട് നമ്മൾ എവിടേക്ക് വരും, മെയിൻ സെഷനിലേക്ക് നമ്മൾ വരും. മെയിൻ സെഷൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. നമ്മുടെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണോ നമ്മൾ എയിം ചെയ്യുന്നത്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ആ ഒരു സെഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, മെയിൻ സെഷൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് we can go to closing session and ആ ക്ലോസിംഗ് സെഷനിൽ നമ്മൾ ഇൻ്റർവ്യൂ ഏകദേശം അവസാനിക്കാൻ പോകുന്നു. അവിടെ നമ്മൾ കാൻഡിഡേറ്റ്സിൽ നിന്നും വളരെ വേണ്ടപ്പെട്ട പല ഇൻഫർമേഷനുകളും, അതായത് അദ്ദേഹത്തിന് എത്രത്തോളം ജോലിയിൽ ഉയരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉയരാൻ ആഗ്രഹമുണ്ട്, ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വേറെ ഫോറിൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ടോ, അതല്ല എക്സ്പെക്റ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ചും അതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സാലറി എത്രയാണ്, അത് ചോദിക്കേണ്ടവരോട് മാത്രം ചോദിച്ചാൽ മതി, എല്ലാവരോടും ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി, ഇതൊക്കെ നമുക്ക് ക്ലോസിംഗ് സെഷനിൽ എന്ത് ചെയ്യാം ചോദിക്കും. സോ ക്ലോസിംഗ് സെഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലോസിംഗ് സെഷൻ മാത്രമല്ല, ഇതിൽ പറയുന്ന ഓരോ സ്റ്റെപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആഫ്റ്റർ ക്ലോസിംഗ് ദ ഇൻ്റർവ്യൂ വി ക്യാൻ ഇവാലുവേറ്റ് ദ ഇൻ്റർവ്യൂ. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവാലുവേഷൻ നമ്മൾ നടത്തുന്നത്, വെദർ ദ ഇൻ്റർവ്യൂ ഈസ് ദ റൈറ്റ് പേഴ്സൺ ഓർ റൈറ്റ് കാൻഡിഡേറ്റ്
നമുക്ക് അയാളെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇതൊക്കെയാണ് നമ്മളവിടെ എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, സോ ദിസ് ആർ ദി 6 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. ഒന്നുകൂടി ഞാൻ ആ സ്റ്റെപ്സിൻ്റെ പേരുകൾ പറയാം, എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രിപ്പറേഷൻ ഫോർ ദി ഇൻ്റർവ്യൂ. സെക്കൻഡ് വൺ ഈസ് setting of interview. Third one is opening session. Fourth one is main session. Fifth one is closing session. And last one is evaluation. Okay, അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എങ്ങനെയാണ് കണ്ടക്ട്, എന്താണ് ഇൻ്റർവ്യൂ, അല്ലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, പലതരത്തിലുള്ള ഇൻ്റർവ്യൂകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ കണ്ടത് ഇൻ്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നന്നായിട്ട് വായിച്ച് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട് അല്ലേ, എല്ലാവരും വാങ്ങിക്കുക. ദെൻ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കാണാം. താങ്ക് യു.